ലളിതാ സഹസ്രനാമ പാരായണം ദേവീ ഭക്തരെ സംബന്ധിച്ച് ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. ഈ വീഡിയോയിൽ ദേവിയുടെ വളരെ കൗതുകമായ ഒരു നാമത്തിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഇത് മുഴുവനും കേട്ടതിന് ശേഷം നിങ്ങൾ അത് പറയണം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അതിനു മുൻപേ നിങ്ങൾക്കത് അറിയുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഇനി അറിയില്ല എങ്കിലും അത് വളരെ സത്യസന്ധമായി തന്നെ എഴുതണം. കാരണം ഇത് ദേവിയുടെ ഒരു പരീക്ഷണമാണെങ്കിലോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 160 മുതൽ 175 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 160ാമത്തെ നാമം നിശ്ചിന്ത. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ലാത്തവൾ. കാരണം വരാനിരിക്കുന്നതും കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും എല്ലാം ദേവിക്കറിയാം. അതുകൊണ്ട് തന്നെ ദേവി ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാത്തവളാണ്. ദേവിക്ക് രാഗമില്ല, ദ്വേഷമില്ല, ഇതൊന്നുമില്ലാത്തവൾ നിശ്ചിന്ത എന്നർത്ഥം. അടുത്തത് 161ാമത്തെ നാമം നിരഹങ്കാര. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിഭാവമാണ്. ഞാനൊരു വ്യക്തിയാണ് എന്നൊരു സങ്കുചിതമായ ചിന്താഗതിയിലേക്ക് പോകുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എന്നാൽ സർവ്വതും ഞാനാണ് എന്ന ചിന്ത നിരഹങ്കാരമാണ്. ദേവി നിരഹങ്കാരയാണ് എന്നർത്ഥം. ഇനി 162ാമത്തെ നാമം നിർമോഹ. മോഹമില്ലാത്തവൾ. മോഹമെന്നാൽ വിവേകമില്ലായ്മ. അത് ഈ മായയിൽ പെടുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ തീർച്ചയായും മായാധീശ്വരിയായ ദേവി നിർമോഹയാണെന്നർത്ഥം. അടുത്തത് 163ാമത്തെ നാമം മോഹനാശിനി. സ്വയം മോഹരഹിതയായിട്ടുള്ള ഒരാൾക്കു മാത്രമേ തന്നെ ആശ്രയിക്കുന്നവരുടെ മോഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മോഹനാശിനി എന്ന പേര് വന്നത്. ദേവിയിൽ ആസക്തി ഉണ്ടാകുമ്പോൾ ഭക്തന്മാരുടെ ഈ ലൗകികമായിട്ടുള്ള ഭ്രമമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ മോഹത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം. ഇനി 164ാമത്തെ നാമം നിർമ്മമ. മമതയില്ലാത്തവൾ. എൻ്റേത് എന്ന ഭാവം അത് ഇല്ലായ്മയാണ് നിർമ്മമത്വം. ഇതാണ് ഈ ലോകത്തിൽ നമ്മെ കെട്ടിയിടുന്നത്. അതില്ലാത്തവൾ നിർമ്മമ. അടുത്തത് 165ാമത്തെ നാമം മമതാഹന്ത്രി. തന്നെ ആശ്രയിക്കുന്നവരിലും ഈ മമത്വ ചിന്തയെ ഇല്ലാതാക്കുന്നവൾ ദേവി. കാരണം ദേവിയെ ആശ്രയിക്കും തോറും ദേവിയല്ലാതെ മറ്റൊന്നില്ല എന്ന ചിന്ത വരുമ്പോൾ എല്ലാം എൻ്റേതാണ്, അല്ലാതെ കുറച്ചു പേർ മാത്രം എൻ്റേതാണ് എന്ന ചിന്ത മാറിക്കിട്ടുന്നു. അങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ മമതയെ ഇല്ലാതാക്കുന്നവൾ മമതാഹന്ത്രി. അടുത്തത് 166ാമത്തെ നാമം നിഷ്പാപ. പാപമില്ലാത്തവൾ. നിത്യശുദ്ധയും നിത്യബുദ്ധയും നിത്യമുക്തയുമാണ് ദേവി. അതുകൊണ്ടാണ് നിഷ്പാപ എന്ന പേര് വന്നത്. അടുത്തത് 167ാമത്തെ നാമം പാപനാശിനി. തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ പാപത്തെ നശിപ്പിക്കാൻ സാധിക്കുന്നവളാണ് ദേവി. അടുത്തത് 168ാമത്തെ നാമം നിഷ്ക്രോധ. ക്രോധമില്ലാത്തവൾ. ക്രോധമെന്നത് ആഗ്രഹങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത ദേവിക്ക് ഒരിക്കലും ക്രോധമുണ്ടാവുകയില്ല. ഇനി തിന്മയ്ക്കെതിരെയുള്ള ദേവിയുടെ ക്രോധമെന്നത് അതൊരു സംഹാരത്തിനായിട്ട് തൽക്കാലം സ്വീകരിക്കുന്ന ഒരു ഭാവം മാത്രമാണ്. അല്ലാതെ ഒരു മമത്വബോധത്തിൽ നിന്നുള്ള ക്രോധമൊന്നും ദേവിക്ക് ഇല്ല എന്നർത്ഥം.
അടുത്തത് 169 നാമം ക്രോധശമനി. ദേവിയുടെ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ആ ക്രോധം പതുക്കെ ഇല്ലാതെയാവുന്നു. ദേവിയോട് അടുക്കും തോറും നമ്മുടെ ചിത്തശുദ്ധി വർദ്ധിക്കും. അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു. അങ്ങനെയുള്ളവർക്ക് ക്രോധവും ഇല്ലാതാവുന്നു. അങ്ങനെ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്നർത്ഥം. ഇനി 170 നാമം നിർലോഭ. ലോഭമെന്നാൽ കിട്ടിയത് പോരാ, ഇനിയും വേണം എന്ന ചിന്ത. പക്ഷേ ദേവിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പ്രപഞ്ചം തന്നെ ദേവിയുടേതാണ്. അതുകൊണ്ട് തന്നെ ദേവി നിർലോഭയാണ്. അടുത്തത് 171 നാമം ലോഭനാശിനി. ദേവിയോട് അടുക്കുമ്പോൾ നമ്മുടെ എല്ലാ തിന്മകളും എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും ഇല്ലാതെയാകുന്നു എന്നാണ് ഇതിനർത്ഥം. ലോഭമില്ലാതാക്കുന്നവൾ ലോഭനാശിനി. ഇനി 172 നാമം നിസ്സംശയ. ഇവിടെ വികൽപ്പ ചിന്തയെയാണ് പറയുന്നത്. അത് വേണോ ഇത് വേണോ എന്ന ചിന്ത. ഈ ദ്വന്ദ്വ ചിന്തയൊക്കെ മായയിൽ പെടുന്നവർക്കാണ് ഉള്ളത്. എന്നാൽ ദേവി സർവജ്ഞയാണ്. അതുകൊണ്ട് തന്നെ ദേവി നിസ്സംശയയാണ്. അടുത്തത് 173 നാമം സംശയഗ്നി. ഒന്നിനെ കുറിച്ചും സംശയമില്ല. ഇവിടെ ഈ സൃഷ്ടി തന്നെ ദേവിയുടെ ആണ്. തൻ്റെ ഭക്തന്മാരുടെ ഉള്ളിലെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു കൊടുക്കുന്ന ദേവി എന്നർത്ഥം. ഇനി 174 നാമം നിർഭവ. ഭവമെന്നാൽ സംസാരം. ഇവിടെ സംസാരത്തിൽ ഉള്ളവർക്കാണ് നശിക്കുക, ഉണ്ടാവുക എന്നൊക്കെ. എന്നാൽ ദേവി ആ ഭവസാഗരത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവളാണ്. സ്വയം ആ സംസാര സാഗരത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവി നിർഭവയാണ്, ഉൽപ്പത്തി ഇല്ലാത്തവൾ എന്നർത്ഥം. അടുത്തത് 175 നാമം ഭവനാശിനി. ഈ മായാസാഗരത്തിൽ പല വിധത്തിലുള്ള രാഗബുദ്ധിയാൽ ദ്വേഷബുദ്ധിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹം, ക്രോധം, ഇങ്ങനെ പലതരത്തിലുള്ള ആകുലതകൾ നിറഞ്ഞതാണ് ഈ ലോകജീവിതം. ദേവിയോട് അടുക്കും തോറും ഇതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ ലോകം വെറുമൊരു കൽപ്പിതമാണെന്ന ബോധമുണ്ടാവുന്നു. അങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ഭവനാശിനി എന്ന പേര് വന്നു. അപ്പോൾ ഈ വീഡിയോയിലെ അമ്മയുടെ ഏറ്റവും കൗതുകമുള്ള നാമമാണ് നിർഭവ. ജനനമില്ലാത്തവൾ, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവൾ, ഇവിടെ തന്നെ ഉള്ളതാണ്, ചൈതന്യമാണ്, പരബ്രഹ്മ സ്വരൂപിണിയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ.